ഇല്ല ഇല്ല ഇത് എന്നെ കണ്ടിരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുത്തിരിക്കുകയായിരുന്നു. ആ എടുത്ത നടപടിയെല്ലാം അതിൻ്റെ എല്ലാം കാലാവധി തീരുന്നതോടുകൂടി അദ്ദേഹത്തെ എല്ലാം പാർട്ടിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പ്രവർത്തിപ്പിക്കാൻ തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ ഒന്നും ഒഴിവാക്കി നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനമായ മേഖലയിലൊക്കെ പ്രവർത്തിച്ച അനുഭവമുള്ള സഖാക്കളെ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല. അവരെല്ലാം ചേർത്ത് നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പോരാട്ടം എന്ന നിലയിൽ പൂർണ്ണ യോജിപ്പോടുകൂടി മുന്നോട്ടേക്ക് പോകുന്ന ഘട്ടമാണ്. അപ്പോൾ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്. പാർട്ടിയായിട്ട് സഹകരിച്ച് പോകുമെന്ന് തന്നെയാണ് തീരുമാനിച്ചത്. ഇല്ല നിങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയല്ലേ, അതിന് പിന്നെ ഞങ്ങൾ വരേണ്ട കാര്യം തേടും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനില്ല. ഇല്ല പോകില്ല. അല്ല, ഹെൽമെറ്റ് ചെയ്തും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഞങ്ങൾ നടപടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കേഡറാണ്. സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാവുമല്ലോ. അത് ഞങ്ങൾ ആവശ്യമായ രീതിയിൽ അദ്ദേഹത്തെ ഉൾപ്പെടെ പാർട്ടിയുടെ ഭാഗമാക്കി ചേർത്തുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ മതനിരപേക്ഷതയാണ്, അതിവിപുലമായ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ കാണുന്നത്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അവർ. ഇന്ത്യ സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ്. അവരിങ്ങനെ BJPയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല. നിങ്ങൾ ധരിക്കുന്നത് പോലെ അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കുകയും വേണ്ട, അല്ല. പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി കണ്ട ആളുകളൊക്കെയാണ് BJPയിലേക്ക് ചേക്കേറുന്നത്. അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല, അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത്.